ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മക്കൾ വീട്ടിലൊക്കെ ഉള്ള ദിവസം എങ്ങനെയാണ് ഞാനൊരു റുട്ടീൻ മാനേജ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ കുട്ടികളുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ 6:30 മണിയാണ് രാവിലെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടി കടച്ചക്ക മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചൊരു കറിയും ഉപ്പേരി, പപ്പക്കായ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അതിനൊപ്പം കടല അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹിസയൊക്കെ നേരം കൊണ്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കൊന്ന് ട്യൂഷനുണ്ട്. പക്ഷേ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയാൽ മതി. അപ്പോൾ രണ്ടുപേരും അതനുസരിച്ച് എഴുന്നേറ്റാൽ മതി, നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റുള്ള എൻ്റെ പ്രെയർ ടൈമിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എക്സാം ഒരുപാട് ഇങ്ങനെ അവധികളും അത് കഴിഞ്ഞിട്ട് എക്സാം ആ രീതിയിലാണല്ലോ. അപ്പോൾ ഇവർക്കും അങ്ങനെ തന്നെയാണ്. ഇസയ്ക്ക് 2 എക്സാം ഉണ്ട്, ബാക്കി റോസൂരാണെങ്കിൽ 1 എക്സാമേ ഉള്ളൂ. ഒരുപാട് അവധി ഇടയിലുള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഇപ്പോഴേ വെക്കേഷൻ തുടങ്ങിയൊരു ഫീലാണ് എനിക്കായാലും മക്കൾക്കായാലും. കാരണം കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ ഒരു എക്സാം വരുന്നത്. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് എടുത്തിട്ട് വേഗം കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 6:30ക്കാണ് എൻ്റെ കിച്ചണിലെ ഇത്തിരി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞ് അതേ ഇപ്പോൾ ഒരു 7 മണിയായി സമയം. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് വേഗം ഒന്ന് പ്ലാനിങ്ങും കാര്യങ്ങളും, അതായത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം. എന്നാലും നമുക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുള്ളൂ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഈ റോസ് എഴുന്നേറ്റുണ്ട്, അവൾ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ക്ലീനിങ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ ക്ലീനിങ് ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ടാസ്ക് വീതം ചെയ്യും. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വരും. അപ്പോൾ അത് ഓരോ ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം 5 ദിവസത്തെ ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ ടാസ്ക് ഉണ്ടായിരിക്കും. സാറ്റർഡേ സൺഡേ പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല. ബാക്കി ദിവസങ്ങളാണ്, മൺഡേ ടു ഫ്രൈഡേ ആണ് ടാസ്കുകൾ ഓരോന്നും നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പുട്ട് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കടലക്കറി ഇവിടെ സൈഡിൽ റെഡി ആവുന്നുണ്ട്. ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8:15 കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവണം. കാരണം ഇസയ്ക്കും റോസിനും 9 മണിയാകുമ്പോൾ ട്യൂഷന് പോകണം. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് അവർ പോവുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയും കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർ ട്യൂഷന് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ബാക്കിയുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരിക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അവർ രണ്ടുപേരും റെഡിയായി ട്യൂഷന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നാളികേരം നമ്മൾ 2 നാളികേരമൊക്കെ വെച്ച് ചിരണ്ടും. അപ്പോൾ ഒരു ദിവസം എനിക്ക് 1 നാളികേരമൊക്കെ മതിയാവും ഒരു കറി വെക്കാനായാലും ഉപ്പേരിക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് 2 ചിരണ്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്കും കൂടിയുള്ള നാളികേരം നമ്മൾ ചിരണ്ടി വെച്ചാൽ അത് ഫ്രീസറിൽ വെച്ചാൽ നല്ല ഈസിയാണ് കറികൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ചിരണ്ടുമ്പോൾ കുറച്ചധികം ചിരണ്ടി ഫ്രീസറിൽ ഇങ്ങനെ വെക്കും. ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കും. നേരത്തെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി എന്ന് മാത്രം. അങ്ങനെ ഞാൻ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ഓൺ ചെയ്ത് നോക്കിയിട്ട് എനിക്കിങ്ങനെ കേൾക്കാനായിട്ട്. കാരണം നമുക്ക് നേരം പോകുന്നത് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറയുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പപ്പക്കായ വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പപ്പക്കായ ഉപ്പേരി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ആദ്യം പപ്പക്കായ ഞാൻ കുക്കറിലൊന്നും ഇടാറില്ല കേട്ടോ, കാരണം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞ് കൊളാവും. അപ്പോൾ അതുകൊണ്ട് അത് അരിഞ്ഞെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ലോ ഫ്ലെയിമിൽ. പപ്പക്കായ അവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്കിവിടെ കടച്ചക്ക വെച്ചിട്ടൊരു വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊക്കെ നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്.
അരിഞ്ഞെടുക്കാനാണ് കേട്ടോ കുറച്ച് സമയം എടുക്കുക. പക്ഷേ കറി വെക്കൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിയും. കടച്ചക്കയിലോട്ട് നമ്മൾ ഒരു 2 പച്ചമുളക്, ഒരു സവാള ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കുക. പൊടികളായിട്ട് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നത് വേവിച്ചെടുക്കുക. കടച്ചക്ക നല്ല കടച്ചക്കയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. വറുത്ത് അരച്ച് നമ്മൾ വെക്കുന്ന കറി ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു വറുത്തരച്ച കറിയിലോട്ടുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരു മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു പീസ് പട്ട, അത് ഞാൻ 2ആയിട്ട് ഒടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാനതിലേക്ക് ഒരു അരമുറി നാളികേരം ചെരുവ് ചെയ്ത് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക, കരിഞ്ഞു പോവാതെ. വേപ്പില അതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ വേപ്പില നല്ല കരികരിന്നാവും. അപ്പോഴാണ് അതിൻ്റെ പാകം കേട്ടോ നാളികേരത്തിൻ്റെ. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കടച്ചക്ക ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. വെള്ളം ഒക്കെ ഒന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഉപ്പ് കുറച്ച് പോരായിട്ടുണ്ടെങ്കിൽ അത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ നാളികേരം ഏകദേശം വറുത്ത് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. വേപ്പിലൊക്കെ അതിലുള്ളത് നല്ല ഒരു ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേറെ ഇനി ഗരം മസാലയുടെ പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ മുഴുവൻ മസാലകൾ നമ്മൾ ചേർത്ത് വെക്കണോണ്ട് അതൊന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ട് ഇനിയൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. നന്നായി അരച്ചെടുക്കുക കേട്ടോ. അതിനാവശ്യമുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്കിനി പപ്പക്കായുടെ ഉപ്പേരിയുടെ പണികളെല്ലാം അവസാനിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവസാനം ഒന്ന് കടുക് പൊട്ടിച്ചിടുകയാണ്. അതിലായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ വേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയും അതിൽ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് നാളികേരം, ഒരു 1/4 കപ്പ് നാളികേരം കൂടി ചേർത്തിരുന്ന പപ്പക്കായിൽ നിന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ, അതൊന്ന് ആവി കയറാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളകുണ്ടല്ലോ, ഇങ്ങനത്തെ വറ്റൽമുളക് പൊടിച്ചെടുത്ത് അത് ചേർക്കുക. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തത് നന്നായി മൊരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഉപ്പേരിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പക്കായയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നാളികേരവും ഇതെല്ലാം കൂടി ചൂടായൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കട്ടെ, നല്ല രസം അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ വേവൊക്കെ നല്ല പാകമായിട്ട് കിട്ടും. നമ്മൾ കുക്കറിലും അതിലൊന്നും ഇത് വേവിച്ച് കഴിഞ്ഞാൽ അതൊന്നും നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് വേവണമെന്നാണല്ലോ. അപ്പോൾ അതിങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ചീവിയിട്ടും എടുക്കാം കേട്ടോ, ഗ്രേറ്ററിൽ വെച്ചിട്ട്. അപ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ പപ്പക്കായ കഴിക്കാം. അപ്പോൾ വേഗം വേവും, ഇതിലും വേഗം വേവും. അങ്ങനെ നമ്മുടെ ഉപ്പേരി അവിടെ റെഡിയായി. ഇവിടുത്തെ കടച്ചക്കയും വെന്ത് ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഒരു മിക്സിയിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ആവുന്നത്. കാരണം ഈ കറി നമ്മൾ ഈ അരപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കട്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു നേരിയ ചൂടുവെള്ളം അവസാനം കുറച്ച് ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര കട്ടിയാവും ഈ കറിക്ക്. അപ്പോൾ നേരിയ ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമ്മളൊന്ന് മൂടി വെച്ച് എല്ലാം കൂടി ഒന്ന് തിളച്ച് സെറ്റാവട്ടെ. ആ നേരം കൊണ്ട് നമുക്കിതിനെ താളിച്ചൊഴിക്കാനുള്ളത് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവണം. മൊരിഞ്ഞ് വന്നിരിക്കുന്ന ഈ ചുവന്നുള്ളിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അപ്പോൾ കളർ അവസാനമാകുമ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇത് ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോഴും എങ്ങനെ താളിക്കുമ്പോഴായാലും ഈ ഒരു മുളക് പൊടി എപ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ. കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കാണാനും നല്ലതാണ്. അപ്പം അങ്ങനെ ഞാൻ അത് ഇട്ട് കൊടുത്ത് ഒക്കെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി മൂടി അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും കറിയൊക്കെ നല്ല തിക്നെസ്സായി നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി, ചോറൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ കൂട്ടാൻ വെപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴേക്കും 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിനി കുറച്ച് തണ്ണിമത്തങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തണ്ണിമത്തങ്ങ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെറുതെ സ്ലൈസ് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാണ് മുഴുവനായിട്ട്. ഇതിൽ മധുരം നമുക്ക് പോരായി തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് അത്ര ഹെൽത്തി ഒന്നും അല്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ ഈ അരിഞ്ഞെടുത്തതെല്ലാം തന്നെ ഒന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് ചെറുതായി തണുപ്പിച്ചിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി മധുരം ചേർത്താൽ ശരിക്കും നല്ല എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതേ ഞാനും അപ്പച്ചനും അമ്മച്ചിക്കും ഐസയ്ക്കും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോസുവിന് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കുന്നത്. അവൾക്ക് ഡയറക്റ്റ് തണ്ണിമത്തൻ ഇങ്ങനെ മുറിച്ച് പീസായിട്ട് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അവൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കഴിക്കുകയാണ്. നല്ല ചൂടാണ്. ഇപ്പോൾ ഒരുപാട് തണ്ണിമത്തങ്ങയാണ്, സീസണാണ്. സീസണൽ ഫ്രൂട്ട്സ് എപ്പോഴും വാങ്ങുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവാനായിട്ട് പോയി. അപ്പോൾ ആ നേരം കൊണ്ട് അവരതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, ഓരോ ദിവസം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇസയ്ക്ക് ഡെയിലി വീട് അടിച്ച് വാരൽ മാത്രമേ ഉള്ളൂ അവളുടെ ഡ്യൂട്ടി, കാരണം അത് അത്യാവശ്യം സമയം എടുക്കുന്ന കാര്യമാണ്. റോസുവിനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ജോലികളാണ്. ഇപ്പോൾ വാഷ് ബേസിൻ കഴുകിയിടുക, അല്ലെങ്കിൽ പൊടി തട്ടുക, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ ഡസ്റ്റർ കൊടുത്താൽ പൊടി തട്ടാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം അവൾക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ട്. ഇസയാണെങ്കിൽ വീട് ഫുൾ അടിച്ച് വാരിയിടും. അപ്പോൾ ക്ലീനിങ്ങിന് ജോലി ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവർ രണ്ടുപേരും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ അറിയില്ല, അവർ ചെറുതല്ലേ. എന്നാൽ പോലും അവർക്ക് ആ പണി കൊടുത്താൽ ആ പണികൾ നമ്മളെല്ലാം നേരം ചെയ്യേണ്ട. മാത്രമല്ല അവർക്ക് ആ പണി പഠിക്കേണ്ട അവസരമാണ്. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ടി വിയുടെ മുമ്പിൽ ഫുൾ ടൈം ഇരിക്കാതെ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ജോലി ഞാൻ അവർക്ക് കൊടുക്കും. ഇവർക്ക് ഇങ്ങനെ ടി വി കാണുമ്പോൾ ഇടയിൽ വിളിക്കുമ്പോൾ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് പഠിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഫോണിൻ്റെയും ടി വിയുടെ അഡിക്ഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും. വീട്ടിലെ പണികൾ എന്താണെന്ന് കുട്ടികളും കൂടി അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാവില്ല, നമ്മൾ പറയുമ്പോൾ അവർ ദേഷ്യമൊക്കെ പിടിക്കും. എന്നാലും ഞാൻ അവരോട് പറയാം അത് ചെയ്യാണ്ട് എന്തായാലും പറ്റില്ല എന്ന് പറയും ഞാൻ. കാരണം ഇതൊക്കെ ചെയ്താലേ ടി വി ഓണാക്കാൻ സംഭവിക്കുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വേഗം ഇതൊക്കെ ചെയ്തിട്ട് വേഗം പോയി ടി വി കാണും. അപ്പോൾ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ കിട്ടുമ്പോൾ അവർ വളരെ ഹാപ്പി അവർ ആ കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ ആ നേരത്തുള്ളൊരു മുഷാട്ടത്തരമുള്ളത് കഴിഞ്ഞ് അവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് ഇനി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ടി വി ഒക്കെ കാണാം, അല്ലെങ്കിൽ ഫോൺ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മക്കളും അവരുടെ പണികളൊക്കെ തീർത്ത് അവരും ടി വി ആണ് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം എന്തെങ്കിലും ഫോണിലൊക്കെ നോക്കിയിരിക്കുന്ന ടൈമാണ്. 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കണം. അങ്ങനെ സമയം 1 മണിയായി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചൊക്കെ നല്ല കട്ടിയൊക്കെ ആയി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല കറിയാട്ടോ, ശരിക്കും ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ പോലെ വെച്ചാൽ ആ ഒരു വറുത്തരച്ച കറി ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്, ഗരം മസാലയുടെയും എല്ലാത്തിൻ്റെയും. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ന്യൂസ് കാണും, 1 മണി വരെ ന്യൂസ് കാണും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഏതെങ്കിലും സിനിമയോ കാര്യങ്ങളോ കാണാം. ഇപ്പം നമ്മൾ കൂടുതലും കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പഴയ സിനിമകളൊക്കെ എടുത്തിട്ടാണ് കൂടുതലും കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാനായിട്ട്. മക്കൾക്കും ആദ്യം കാണുമ്പോൾ അവർക്ക് എന്തോ പോലെയായിരുന്നു, പക്ഷെ ഇപ്പം കണ്ട് അവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. നല്ലൊരു സിനിമയാണ് കേട്ടോ, നല്ലൊരു മോറൽ വാല്യൂ ലാസ്റ്റ് അതിൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു പടം കാണാത്തവരൊന്ന് കണ്ടോളൂ, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. എന്നാലും നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി, നല്ല പടമായിരുന്നു. അപ്പോൾ മക്കൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 മണിയായപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇനി മതി, ടി വി ഒക്കെ നിർത്താൻ, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, കുറച്ച് നേരം ഉറങ്ങാനൊക്കെ പറഞ്ഞു. അവർ 2 പേർക്ക് ഉറങ്ങാനായിട്ട് യാതൊരു ഇഷ്ടമല്ല. അപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ എപ്പോഴും പറയും അവരോട് ബുക്ക് എന്നാൽ എന്തെങ്കിലും എടുത്ത് വായിക്കും ഈ സമയത്ത്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല, അവർ പറയും ഞങ്ങൾ ടി വി കുറച്ചും കൂടി നേരെ ഇരുന്ന് കാണാമെന്ന്. പക്ഷേ ഞാൻ പറയും വേണ്ട, എന്തെങ്കിലും വായിക്കുക, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും, ടി വി കാണലല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെയെന്ന്. അപ്പോൾ അതേ നമ്മൾ ലൈബ്രറിയിൽ പോയപ്പോൾ ബുക്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാരി പോട്ടറാണ് ഈസ എടുത്തിട്ടുണ്ടായിരുന്ന ബുക്ക്, പിന്നെ റോസുവിനും എടുത്തിട്ടുണ്ടായിരുന്നു വായിക്കാനായിട്ട്. അപ്പോൾ ഈ ബുക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വിക്രമാദിത്യൻ്റെ കഥകളുള്ളത് ഭയങ്കര ഇഷ്ടം, അതിലെ സ്റ്റോറീസ്. അപ്പോൾ അവളത് പറയുകയാണിത് നല്ലൊരു ബുക്കാണ്, ഇതെല്ലാവരും വായിക്കണം എന്നൊക്കെ അവൾ എന്നോട് പറയുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ബുക്സ് ആട്ടോ, ഇതൊക്കെ സ്റ്റോറി ബുക്സ്, ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ്. ഇതൊക്കെ 1 തവണ 2 തവണയൊക്കെ വായിക്കാവുള്ളൂ. ഇത് കുറേ തവണ വായിച്ച ബുക്കൊക്കെയാണ്, എന്നാലും അത് പിന്നെയും വെറുതെ എടുത്ത് വായിക്കുകയാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത് കൊണ്ട്. അപ്പോൾ അങ്ങനെ അവർ പറയുകയാണ് ഞങ്ങളിത് വായിക്കും, പക്ഷെ ഞങ്ങൾ ഉറങ്ങില്ല, അമ്മ പറഞ്ഞ പോലെ ഉറങ്ങാനൊന്നും പോണില്ല എന്നൊക്കെ വലിയ കാര്യത്തിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ ഇഷ്ടമല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും ഉറങ്ങാറില്ല അവിടെ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കേഷനാണ്, ഇപ്പോഴാണ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ കിട്ടുക. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ വലിയ ആൾക്കാരുടെ ഒരു വിഷമം. വലിയ ആളുകളായാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹം തോന്നും, പക്ഷെ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് യാതൊരു താല്പര്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളിവിടെ എസ്തെറ്റിക്കായിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് വെളിച്ചൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ വായിക്കാതിരിക്കാൻ പോകുന്നൊക്കെ വലിയ സ്റ്റൈലൊക്കെ പറഞ്ഞിരിക്കാട്ട് രണ്ടാളും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നല്ല കാര്യം, നിങ്ങൾ എസ്തെറ്റിക്കായിട്ടൊക്കെ ഇരുന്ന് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോയുടെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു 2 മണി മുതൽ ഒരു 4 മണി വരെ അതൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീരുമ്പോഴേക്കും അവരവിടെ ഇരുന്ന് എന്നാൽ ബുക്ക് വായിക്കുക കളിക്കുകയൊക്കെ ചെയ്യട്ടെ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് പോയി.
അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയുടെ എഡിറ്റിങ്ങും പരിപാടികളും സൗണ്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടി റൂമിൽ വന്നപ്പോണ്ട് രണ്ടുപേരും നല്ല ഉറക്കം. അപ്പം എന്നോട് വലിയ സ്റ്റൈല് പറഞ്ഞ കേട്ടോ, ഞങ്ങൾ ഇനി ഉറങ്ങണില്ല, എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ വലിയ സ്റ്റൈല് പറഞ്ഞ ആൾക്കാർ രണ്ടാളും അവിടെ ഇവിടെയൊക്കെ കിടന്ന് നല്ല ഉറക്കം. അപ്പോൾ എനിക്ക് ചിരി വന്നു സത്യം പറഞ്ഞാൽ. കാരണം ഇവർ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ലേ കഥ ബുക്ക് വായിച്ചല്ല അവർ ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ സമയം 4 മണിയായി. അപ്പോൾ ഞാൻ ചായ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ദോശമാവ്, തലേ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കുറച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഇഡ്ഡലി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ കൂടെ എടുത്തു ഞാൻ. കാരണം പിന്നെ അടുത്ത ദിവസത്തേക്കൊന്നും അത് തികയൊന്നുമില്ല, അതിനുള്ള മാവൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് ചട്നിയും സാമ്പാറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ 4 മണിക്ക് അതാണ് എല്ലാവരും കൂടി കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കി വരാണെങ്കിൽ അത് നമ്മൾ കളയില്ല കേട്ടോ. കാരണം ആ മാവായാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. വെറുതെ പുതിയ പുതിയ സ്നാക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദോശയാണെങ്കിൽ ഇഡ്ഡലിയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 4:45 അപ്പോൾ പുറത്ത് ഔട്ട്ഡോർ കളിക്കണ സമയമാണ്. അപ്പോൾ ഇന്ന് ഷട്ടിൽ കളിക്കാൻ വെച്ചിട്ട് ഷട്ടിൽ എടുത്തിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇസ് അത്യാവശ്യം നന്നായിട്ട് ഷട്ടിൽ കളിക്കും. റോസുവിന് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല, അവൾ പഠിക്കണുള്ളൂ. എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ കളിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ചേട്ടൻ നന്നായിട്ട് ഷട്ടിൽ കളിക്കാൻ അറിയാം. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമാണ്? ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്നോ? അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അതൊക്കെ മക്കളുടെ കൂടെ ഒന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും, നമ്മുടെ ബോഡിക്കും ഒരു എനർജി കിട്ടും. മാത്രമല്ല അവർക്കും ഭയങ്കര സന്തോഷമാവും. പുതിയ പുതിയ ആക്ടിവിറ്റീസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ചെറുപ്പത്തിലും നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളിതൊന്നും ചെയ്തത്. കാരണം നമ്മൾ അന്ന് ഫോണും ടി വിയൊന്നും ഇല്ലാത്ത തന്നെ പുതിയ പുതിയ ഒരുപാട് കളികൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് ഈ ടി വി ഉള്ള കാരണം തന്നെ പുതിയ കളികളൊന്നും കണ്ടുപിടിക്കാനോ അതൊന്നും ട്രൈ ചെയ്യാനൊന്നും യാതൊരു താല്പര്യമില്ലാത്തോ എനിക്ക് തോന്നാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണിയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്താലാണ് ഇവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവർ ആ ടി വിയും ഫോണും പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. അല്ല കുറച്ച് നേരം ഞാൻ അവരുടെ കൂടെ കളിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ അതേ അകത്തോട്ട് പോകുന്നു കേട്ടോ. എനിക്ക് ക്ഷീണമായി, കാരണം അവരുടെ എനർജി നമുക്കൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നിട്ട് നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിൽ അടുത്ത ദിവസത്തെ ടാസ്കുകൾ ചെയ്യാനായിട്ട് വന്നിരിക്കണേ. അപ്പോൾ അതിൻ്റെ വീഡിയോയും പിടിക്കണം, മാത്രമല്ല ജോലിയും എനിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് ആയിരുന്നത് റൂമിലുള്ള തുണികൾ, മക്കളുടെ തുണികളൊക്കെ ഒതുക്കി വെക്കലാണ്. അപ്പോൾ അവരത് അത്യാവശ്യം മടക്കി വെച്ച പോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് സന്തോഷമായി, കാരണം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ ബെറ്ററായി. അപ്പോൾ കുട്ടികൾ വലുതാവും തോറും അവരത് തനിയെ ചെയ്ത് തുടങ്ങും കേട്ടോ, കുറച്ചും കൂടി നന്നായിട്ട്. പക്ഷേ നമ്മൾ വെക്കുന്ന പോലെ സൂപ്പറായിട്ട് അവർക്ക് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. കാരണം കുട്ടികളെല്ലാവർക്കും കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് തിരക്കൊക്കെ വരുമ്പോൾ അലങ്കോലാവും. അപ്പോൾ എനിക്കിതൊക്കെ എടുത്ത് വെക്കുന്നത് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണേ. അല്ലാതെ നമ്മൾ അവരെ മാത്രം എല്ലാ കുട്ടികളും ഒരുപോലെ ചിട്ടയായിട്ട് ചെയ്യണവരൊന്നും ആവണമെന്നില്ല. ചില കുട്ടികൾ ചെയ്യും, ചിലവർ ചെയ്യില്ല. ഒരു വീട്ടിൽ തന്നെ പലരും പല സ്വഭാവമായിരിക്കും. അപ്പം എനിക്കിതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വന്നത് ചെയ്യണത്. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതിനെ ആരെയും ഫോഴ്സ് ചെയ്യാനൊന്നും ഞാൻ പോകാറില്ല. അങ്ങനെ കുറച്ച് ഞാൻ മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതേ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അകത്തോട്ട് പോന്നു. അപ്പോൾ അവരും കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഒതുക്കാമെന്ന് പറഞ്ഞിട്ട് ഒതുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ പാട്ടും വെച്ചിട്ടുള്ള ഞങ്ങളുടെ തുണി മടക്കൽ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പാട്ടും വെച്ച് വെറുതെ ഓരോന്ന് തമാശ കാണിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്, മക്കളുടെ കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമാണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമ്പോൾ. കാരണം കുറേ കൂടി വലുതായി ഇങ്ങനെയൊന്നും അവർ കാണിക്കില്ലല്ലോ. എനിക്ക് അതാണ് സങ്കടം. അവരുടെ ഈ ഒരു കുട്ടിത്വം കാര്യങ്ങളൊക്കെ കുറഞ്ഞ് അവർ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവുമല്ലേ. അപ്പോൾ എന്തായിരിക്കും, എനിക്കിപ്പോൾ തന്നെ സങ്കടമാണ് അവരിങ്ങനെ വലുതായി വരണ കാണുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസ് തുടക്കകാലത്തോട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ പഴയ വീഡിയോസൊക്കെ ഉണ്ട്. അതെടുത്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് അവരിപ്പോൾ കാണുമ്പോൾ എനിക്ക് അയ്യോ അവരെന്തോരം വലുതായേ, ചെറുപ്പത്തിൽ എന്തോരം ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നത് ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ എത്രമാത്രം വലുതായി മക്കൾ വരണേ, നമ്മുടെ ഒപ്പത്തിനായി തുടങ്ങിയവർ. അപ്പോൾ ശരിക്കും മൊമെൻറ്റ്സൊക്കെ നമ്മൾ മിസ് ചെയ്യും കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ നമുക്ക് തോന്നും അയ്യോ കുട്ടികൾ എന്തൊരു കുറുമ്പ കാണിക്കണേ, നമുക്ക് ദേഷ്യമൊക്കെ വരുമെങ്കിലും വലുതാവും തോറിയില്ലേ നമുക്ക് സങ്കടം വന്നു തുടങ്ങും, അയ്യോ ഒരു വലുതായി ഇല്ലേന്ന്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഞാൻ തുണികളെല്ലാം മടക്കി വെച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രണ്ടുപേരെയും ഷെൽഫൊക്കെ ഏകദേശം അവരും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു കേട്ടോ. കാരണം ഒതുങ്ങിയിരുന്നിരുന്നേ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് അവർ പാർട്ടി വെയർ ആയിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു വലിയ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും പാകില്ലാണ്ടോ. ഇവർക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഉടുപ്പൊന്നും ഈ വലിയ പാർട്ടി വെയർ ഡ്രസ്സൊന്നും ഇവർക്ക് തീരെ ഇഷ്ടമില്ല. കൂടുതലും യൂസ് ചെയ്യുന്ന ജീൻസും സിമ്പിളായിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇവർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ ഒതുക്കി ഒന്നുകൂടി നോക്കി അളവുകളൊക്കെ പാകലിനൊക്കെ ചെക്ക് ചെയ്തൊക്കെ തിരിച്ചങ്ങോട്ട് വെക്കുകയാണ്. പിന്നെ വീട്ടിലുള്ള ഡ്രസ്സുകളൊക്കെ ഈ ഒരു ഷെൽഫിലാണ് വെക്കുന്നത്. നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് 4 ഷെൽഫുകളുള്ള ഒരു ഇതുപോലത്തെ ഓർഗനൈസർ ആയിരുന്നു. ഇതിലിപ്പോൾ 6 എണ്ണം ഉണ്ട്. കാരണം ഇവർ വലുതായി കഴിഞ്ഞപ്പോൾ തുണികളും ഐറ്റംസൊക്കെ മാറിയപ്പോൾ നമ്മൾ 6 എണ്ണത്തിൻ്റെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ഷെൽഫും. നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് 4 എണ്ണവും വലിയ അളവുള്ളതായിരുന്നു.
അങ്ങനെ 7 മണി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അപ്പാപ്പനും മാമയും പതിവ് പോലെ 7 മണിയായപ്പോൾ സീരിയലൊക്കെ കാണായിരുന്നു. ദേസിയും റോസും ഇരുന്ന് അവർ ഫോണിലിരുന്ന് അവർ ഗെയിം കളിക്കാതൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവരും അവിടെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ സീരിയൽ അവിടെ നടക്കുന്നുണ്ട്, അവരിരുന്ന് ഗെയിം കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ വീഡിയോയുടെ പണികൾ ഞാൻ എൻ്റെ തീർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്യണം, അതിൻ്റെ കുറച്ച് എഴുതണം, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 8 മണി വരെ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ പണികളൊക്കെ ആയിട്ട് അവിടെ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പ്രയർ കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ സമയം ഏകദേശം 8:30 മണിയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നത് ഉച്ചയ്ക്കത്തെ സിനിമയുടെ ബാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് സെയിം കറികളൊക്കെ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ. അപ്പോൾ സിനിമ കാണാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ ഇതുപോലെയുള്ള സിനിമകൾ വയ്ക്കുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് സിനിമയൊക്കെ കാണാണ്. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 9:45 സിനിമ കഴിഞ്ഞിട്ടൊന്നുമില്ല മുഴുവൻ. പക്ഷെ ഞങ്ങൾ നിർത്തി, കാരണം എനിക്ക് കിച്ചണിൽ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലീനിങ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കണമെന്ന് എനിക്ക് 15 മിനിറ്റ് സമയം മതി. കാരണം ഇസയും റോസും ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിയും അവർ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇസ പാത്രമൊക്കെ കഴുകി വയ്ക്കും, റോസ് പാത്രങ്ങൾ എടുത്ത് വയ്ക്കും, ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഇവർ ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. കാരണം കുറച്ച് ജോലി എനിക്ക് കുറഞ്ഞു കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ അവർ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പപ്പയുടെ അടുത്തേക്ക് പോയി. ഞാൻ കിച്ചണിലെ ബാക്കി പണിയൊക്കെ അവസാനിപ്പിച്ച് സമയം ഇപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. അങ്ങനെ സമയം 10 മണിയായപ്പോൾ നമ്മുടെ പണികളെല്ലാം തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ കിടക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ദിവസവും കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഓരോ ദിവസം കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.